രാഷ്ട്രീയ നിരീക്ഷകൻ അരുൺ മോഹൻ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാണ്. ശ്രീ അരുൺ മോഹൻ, നമുക്കറിയാം ഈ ആറന്മുള വിമാനത്താവള പദ്ധതി എന്നത് 2014 നടന്ന വലിയ പ്രക്ഷോഭവും അതിനുശേഷം ഈ KGS ഗ്രൂപ്പ് മുട്ടുമടക്കി പോയതാണ്. അപ്പോൾ അത് വീണ്ടും ഈ പദ്ധതി പുനരാലോചിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ തോതിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ തഹസീൽദാരോട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ഈ ഡ്രോൺ പരീക്ഷണവുമായി ബന്ധപ്പെട്ട്. താങ്കൾ എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? ആറന്മുള വിമാനത്താവളം പദ്ധതി വന്നതിന്റെ പിന്നിലെ ദുരൂഹതകൾ ആ സമയത്ത് നമ്മൾ വളരെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ KGS ഗ്രൂപ്പ് മുമ്പ് നിർമ്മിച്ച ഏതെങ്കിലും ഒരു വിമാനത്താവളത്തെ നമ്മുടെ മുന്നിൽ ഈ വാദഗതികൾ മുമ്പോട്ട് വെക്കുന്ന ആൾക്കാർക്ക് പറയാൻ സാധിക്കില്ല. കാര്യം അങ്ങനെ ഒരു വിമാനത്താവളം നടത്തിയോ വിമാനത്താവളത്തിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടോ യാതൊരു തരത്തിലും മുൻപരിചയമില്ലാത്ത ഒരു തട്ടിക്കൂട്ട് കമ്പനി, കുമരൻ, ജിജി, ഷൺമുഖൻ, ഈ 3 പേരാണ് താൽക്കാലികമായ ഒരു കമ്പനി തട്ടിക്കൂട്ടിയെടുത്തിട്ട് ഈ തരത്തിൽ ഒരു വിമാനത്താവള പദ്ധതിയുമായി 10 വർഷങ്ങൾക്ക് മുമ്പ് ആറന്മുളയിൽ എത്തുന്നത്. ഈ മൗണ്ട് സിയോൺ കോളേജിന്റെ ഏവിയേഷൻ, അതായത് അവരുടെ ഒരു എയ്റോസ്പേസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് എബ്രഹാം കലമണ്ണിൽ ആദ്യമായിട്ട് അവിടെ ചുളുവിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടിയെന്നുള്ളവരെ നമുക്കറിയാം. അപ്പൊ പറഞ്ഞിരുന്നത് എഞ്ചിനീയറിംഗ് കോളേജ് നിർമ്മിക്കുന്നതിന്, അവർക്ക് എയ്റോസ്പേസ് ഉണ്ടാക്കുന്നതിന് എന്നുള്ള പേരിലായതുകൊണ്ട് വലിയ പ്രതിഷേധമൊന്നും ആദ്യ കാലങ്ങളിൽ ഉണ്ടായില്ല. പിന്നീട് അദ്ദേഹം ഏകദേശം 274 ഏക്കറോളം ഭൂമി ആയതിനു ശേഷമാണ് ഈ തരത്തിലൊരു വിമാനത്താവള പ്രൊജക്ട് എന്നൊരു കാര്യം മുമ്പോട്ട് വെക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു വിമാനത്താവളം നിർമ്മിക്കാൻ വേണ്ടി ആയിരുന്നില്ല അതെന്ന് ആറന്മുള നിവാസികളായ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായതാണ്. മാധവ് ഗാഡ്ഗിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം നേരിട്ട് ഇവിടെ എത്തി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. നമ്മൾ ഈ വയനാട് ഒക്കെ ഉണ്ടായ വലിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാധവ് ഗാഡ്ഗിലിനെ നമ്മൾ മാതൃകയാക്കേണ്ടതായിരുന്നു എന്നൊക്കെ വലിയ വാചാടോപം നടത്തുന്ന മനുഷ്യരാരും ഇന്നിപ്പോ അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വലിയ ചർച്ചകൾ ഉയരുന്ന സമയത്ത് അഭിപ്രായം പറയുന്നതായിട്ട് കാണുന്നില്ല. ഈ ഏതാണ്ട് 600 ഏക്കറോളം പാടം തന്നെ നികത്തിയതിനു ശേഷമാണ് വിമാനത്താവളം നിർമ്മിക്കാൻ സാധിക്കുന്നുള്ളത് യാഥാർത്ഥ്യം. ഇനി ഇത് പറയുന്നത് പിന്തിരിപ്പൻ ആശയമാണ്, നമുക്ക് വികസനം വരണം, കണക്ടിവിറ്റി ആവശ്യമാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഈ കൊടുമണ്ണിൽ 2000 ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ഭൂമി വെറുതെ കിടക്കുന്നത്. അതും പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്, ആറന്മുളയ്ക്ക് വളരെ അടുത്താണ്. അതിലേക്ക് നോട്ടമില്ലാതെ, അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പോലും പറയാതെ ബോധപൂർവം ആറന്മുള എന്ന് തന്നെ പറയുന്നത് ഈ ഭൂമാഫിയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം മാത്രമാണ്. ഇവിടെ ഈ ഡ്രോൺ പറത്തിയതുമായി ബന്ധപ്പെട്ട് പുതിയതായിട്ടുണ്ടായിട്ടുള്ള വിവാദം എന്ന് പറയുന്നത് സർക്കാർ ഭൂമിയാണ് നിലവിലത്. സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടതാണ്. ഈ നിലവിൽ 20 കുടുംബങ്ങൾ അവിടെ കുടിൽ കെട്ടി താമസിക്കുന്നവരുണ്ട്. അവരുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പ്രശ്നങ്ങളിലും സർക്കാർ ഈ സമയം വരെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. ഈ എബ്രഹാം കലമണ്ണിൽ തന്നെ പറയുന്നത് ഏതാണ്ട് 1000 ഏക്കറോളം ആകെ വേണ്ടി വരുന്ന, ഇനി 1000 ഏക്കറോളം സർക്കാർ ഏറ്റെടുത്ത് കൊടുത്താൽ വിമാനത്താവളത്തിന് തയ്യാറാണെന്നാണ്. അപ്പം പ്രോപ്പറായ ഭൂമി ഈ പറഞ്ഞതുപോലെ കൊടുമണ്ണിലുള്ള സമയത്ത് വെറും 274 ഏക്കറിൽ നിന്നുകൊണ്ട് ഇനിയും 1000 ഏക്കർ കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണോ ഉചിതം? അതോ വിമാനത്താവളം എന്നുള്ളത് ഇവർ പറയുന്ന പോലെ യാഥാർത്ഥ്യമാകുവാനാണെങ്കിൽ കൊടുമൺ കേന്ദ്രീകരിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു എതിർപ്പുമില്ലാതെ, പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ വളരെ നിസ്സാരമായി പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇത് ഉയർത്തിക്കൊണ്ടുവരുന്ന ഭൂമാഫിയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. അത് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വലിയ ജനകീയ പ്രതിരോധം ആ മേഖലയിൽ നിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. ശ്രീ അരുൺ മോഹൻ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.